മനസ്സിലാവും. ഞാനങ്ങനെ അധികമൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. അത് ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം LDFന് ഇത്ര, കോൺഗ്രസിന് ഇത്ര, BJPക്ക് ഇത്ര, ആര് ഭരണത്തിൽ വന്നാലും നമുക്ക്. പക്ഷേ LDF അധികാരത്തിൽ വരില്ല എന്ന് ഇത്രയും എക്സിറ്റ് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. ഒരു അഴിമതി വരെ ഒരു പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടായിട്ടില്ല. വികസനത്തിൻ്റെ പേരിൽ ഇന്ന് വരെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. വികസനം അത്യാവശ്യത്തിന് എല്ലായിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ LDF വരില്ല എന്ന് പറഞ്ഞു? അതുപോലെ തന്നെ പെൻഷൻ്റെ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 2000-ൽ എത്തി നിൽക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും മുടക്കില്ല. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഇപ്പോൾ വരാൻ കാരണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും മെയ് 4-ാം തീയതി എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ആര് വന്നാലും നമ്മൾ പണിയെടുക്കണം, നമുക്ക് ജീവിക്കാം. പക്ഷേ LDFനെതിരെ പ്രതിപക്ഷത്തിന് ഒരു കാര്യം ഉന്നയിക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര UDFന് ആത്മവിശ്വാസം എന്തുകൊണ്ടുണ്ടായി എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആരെങ്കിലും വരട്ടെ. എന്തായാലും മെയ് 4-ാം തീയതി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാ പാർട്ടികളും വരുന്നത് ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ BJP പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വരും, കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വരും, LDF പറയണം ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും. നോക്കാം. ഒരു കണക്കുകൂട്ടലനുസരിച്ച് LDF വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അവർക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 4-ാം തീയതി കാണാമല്ലോ. എന്തിനധികം പറഞ്ഞ് മുഷിപ്പിക്കുന്ന ആൾക്കാരല്ലേ.